പ്രിയ, ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് അവരുടെ ട്വിറ്റർ ഹാൻഡിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ ഖാൻ യൂനിസ് ഗസയിലെ സ്ഥലമാണ്. അവിടെ ഒരു യൂറോപ്യൻ ആശുപത്രി, അവിടെ ഒരു തുരങ്കം, വലിയൊരു ഭൂഗർഭ അറ, അതിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അത്യാവശ്യം താമസിക്കാം, ആയുധങ്ങളുണ്ട്. അപ്പോൾ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് ഇത് ഹമാസ് പണിത ഒരു തുരങ്കമാണെന്നാണ്. ഹമാസിന് ഈ ആശുപത്രിയിൽ തുരങ്കം പണിയേണ്ട ആവശ്യം എന്താണ്? അതായത് ഹമാസിൻ്റെ പ്രവർത്തന രീതി തന്നെ അങ്ങനെയാണ്. ടണലുകൾ നിർമ്മിച്ചാണ് ഈ ഗാസ സിറ്റി മുഴുവൻ അവർ ഈ ടണലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒളിച്ചിരുന്നിട്ടാണ് അവർ ആക്രമിക്കുന്നത്. ഈ ആശുപത്രിക്കടിയിലും അത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആശുപത്രികൾ ആക്രമിക്കേണ്ടി വരുന്നത്. ആശുപത്രികൾ ആക്രമിക്കുമ്പോൾ ഇവർ നിലവിളിക്കും, അയ്യോ ഞങ്ങൾ ആൾക്കാർ ഇതാ മരിക്കുന്നേ, കുട്ടികൾ മരിക്കുന്നേ, ജനങ്ങൾ മരിക്കുന്നേ, സ്ത്രീകൾ മരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കും. പക്ഷേ ഹമാസിൻ്റെ എപ്പോഴുമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആശുപത്രികൾ, സ്കൂളുകൾ, ഇതിനടിയിലൊക്കെ ടണലുകൾ ഉണ്ടാക്കി അതിനകത്ത് നിന്ന് ഈ പറയുന്ന മിസൈൽ ലോഞ്ചിങ് സംവിധാനങ്ങൾ കൊണ്ടുവച്ച് അവിടെ നിന്നും ഈ പറയുന്ന GI പൈപ്പുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ സാധാരണ IED മിസൈലുകൾ, IED പോലത്തെ മിസൈലുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. അത് നേരെ ഇസ്രായേൽ നേരെ പ്രയോഗിക്കുകയാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്ന ആശുപത്രിയാണ്. അവിടെ സാധാരണഗതിയിൽ ആക്രമിക്കില്ല. അഥവാ ആക്രമിച്ചാൽ തന്നെ ഇവർക്ക് പറയാൻ കഴിയും, ഈ പറയുന്ന ഇവിടെ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഇല്ലാതെ ഇത് ആക്രമിക്കുന്നു, സാമാന്യ ജനത്തിനെ ആക്രമിക്കുന്നു എന്നൊക്കെ പറയാൻ കഴിയും. അങ്ങനെ പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രയേലിനെ സ്ഥിരമായിട്ട് ഈ പറയുന്ന ഭീകരൻ്റെ ഇല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു വില്ലൻ്റെ ഭാവത്തിലേക്ക് നിർത്തുന്നത്. ഭീകരന്മാരായിട്ടുള്ള ഹമാസിൻ്റെ ഏറ്റവും വലിയ തന്ത്രം അതാണ്. ഹമാസ് നിരന്തരമായിട്ട് അവിടുത്തെ ജനങ്ങളെ ഹ്യൂമൻ ഷീൽഡ്, അതായത് മനുഷ്യ കവചം നിർമ്മിച്ചുകൊണ്ടാണ് ഇവർ പോരാടുന്നത്. പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇതൊന്നും പറയാൻ കഴിയില്ല. ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്, നിരന്തരമായിട്ട് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് വിദേശത്ത് നിന്നൊക്കെ ലഭിക്കുന്ന ഫണ്ടിങ്ങുകളാണ്. ഈ ഫണ്ടിങ്ങുകളാണ് നിരന്തരമായിട്ട് ഇവരുടെ ഈ ആയുധം വാങ്ങുന്നതിനും ആയുധങ്ങൾ സാധാരണക്കാർക്ക് നേരെ പ്രയോഗിക്കുന്നതിനും ബന്ധുക്കളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നതിനുമൊക്കെ നിരന്തരമായി ഇവർ ചെയ്യുന്നത്. ഈ പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് അവിടുത്തെ ഭക്ഷണ വിതരണം മൊത്തം ഇവർ പിടിച്ചിറക്കിയിരുന്നു. ഈ പറയുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ട ഭക്ഷണമെല്ലാം ഇവർ പിടിച്ചെടുത്ത് വലിയ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തിരുന്നു അവിടുത്തെ സാധനങ്ങളുടെയൊക്കെ വില. ഈ പറയുന്ന ഒരു പാർലേജി ബിസ്ക്കറ്റിന് 2000 രൂപയും 2500 രൂപയും, അതുപോലെ പഞ്ചസാരയ്ക്ക് 3000 4000 രൂപയൊക്കെയാണ് കിലോയ്ക്ക് വില. അപ്പോൾ അത്തരത്തിൽ സാധാരണ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങൾ പിടിച്ചെടുത്ത് അവർ തന്നെ വിൽക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇസ്രയേൽ സ്വന്തം നിലയ്ക്കാണ് ഈ ഭക്ഷണ വിതരണം ചെയ്യുന്നത്. അപ്പോൾ സാമാന്യ ബുദ്ധിയോടുകൂടി നമുക്ക് അത് പരിശോധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അവിടെ പോയിട്ട് ഇവർ പ്രശ്നങ്ങളുണ്ടാക്കും. ഇസ്രയേൽ ഭക്ഷണ വിതരണം ചെയ്യുന്നിടത്ത് പോയിട്ട് ഇവർ വെടിവെക്കുക, അവിടെ അലമ്പുണ്ടാക്കുക, അവിടെ ഉന്തും തള്ളും ഉണ്ടാക്കുക, അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കി ആൾക്കാരെ കൊല്ലാൻ ശ്രമിക്കുക. ഇതൊക്കെ ഹമാസ് നിരന്തരമായി ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഹമാസിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നശീകരണ പ്രവർത്തനമാണ് ഉള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ വലിയ നടപടി സ്വീകരിക്കാനായിട്ട് ഇസ്രയേൽ പോകുന്നത്. അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ പറയുന്ന ഒരു ആശുപത്രിക്കടിയിൽ ഒരു ടണൽ കണ്ടെത്തിയിരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ ആശുപത്രിയുടെ അടിയിൽ ടണൽ കണ്ടെത്തിയത് ആദ്യത്തെ സംഭവമല്ല. അല്ല, നിരവധി സ്ഥലങ്ങളിൽ കണ്ടു. 2023 അൽഷിഫ എന്ന് പറയുന്ന ഒരു ആശുപത്രിയിൽ ഇതേപോലെ ടണൽ കണ്ടെത്തി. അത് പിന്നീട് ഇസ്രയേൽ ആ ആശുപത്രി തകർക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിരുന്നു. അതെ, അതങ്ങനെയാണ് ഇവർ ചെയ്ത പരിപാടി. അതാണ് ഇവർ ഈ പറയുന്ന സ്കൂളുകൾക്കടിയിലും ആശുപത്രികൾക്കടിയിലും ഒക്കെയാണ് ഈ പറയുന്ന ടണലുകൾ പണിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ യഹ്യ സിൻവറിൻ്റെ വീഡിയോകളൊക്കെ കണ്ടില്ലായിരുന്നു. അപ്പോൾ യഹ്യ സിൻവറും കുടുംബവുമായിട്ട് ഒളിച്ചൊളിച്ച് പോകുന്ന ഈ ടണലിൽ കൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് മുഴുവൻ. അങ്ങനെയാണ് ഇവരുടെ യാത്ര മുഴുവൻ. അതിനെയാണ് ഈ ഇസ്രായേൽ പലപ്പോഴും തകർക്കാറുള്ളത്. അങ്ങനെ ഇസ്രായേൽ ചില സമയത്ത് നോക്കുമ്പോഴത്തേക്കും ചില പ്രദേശങ്ങളിൽ ബിൽഡിങ്ങൊന്നും കാണില്ല, അവിടെ ഇസ്രായേൽ ബോംബിടുമ്പോഴത്തേക്കും 5 ഹമാസ് തീവ്രവാദികൾ മരിക്കും. ഇത് നിരന്തരം എന്ന് പറഞ്ഞാൽ അവിടെ ഇവർ ടണലുണ്ടെന്ന് ഇന്ന സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും അങ്ങനെ ആക്രമിക്കേണ്ടി വരുന്നത്. അങ്ങനെ നിരന്തരമായിട്ട് ഇസ്രയേലുമായി ഈ തരത്തിലുള്ള ഒരു യുദ്ധമാണ് ഹമാസ് നടത്തുന്നത്. ഹമാസിൻ്റെ ഭീകര പ്രവർത്തനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ അതിനെ കരുവാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രത്യേകത ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ലോകത്തോട് മൊത്തം പറയുന്നു, ഞങ്ങളെ കൊല്ലുന്നതെന്ന്. ചുമ്മാതിരുന്ന ഈ പറയുന്ന ഒക്ടോബർ 7 പ്രശ്നം തന്നെ എന്തായിരുന്നു? മര്യാദയ്ക്കിരുന്ന ഒരു പ്രശ്നമില്ലാതെ ഗാസയിലെ ജനങ്ങൾ, ഇസ്രായേലിലെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ ഒരു ആഘോഷം നടക്കുന്നിടത്തേക്ക് ഇരച്ച് കയറി അവിടുത്തെ ആൾക്കാരെ മുഴുവൻ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോവുകയും നിരവധി മിസൈലുകൾ 2000-3000 മിസൈലുകളൊക്കെ, 2000 ഇല്ല, അത് എത്രയാണെന്ന് തോന്നുന്നു, വലിയ തോതിൽ മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയക്കുക, അവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോയപ്പോഴാണ് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി. 10-200 പേരെയാണ് പിടിച്ചുകൊണ്ട് പോയത്. 1500ഓളം പേരെ കൊല്ലുകയും ചെയ്തു.
അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഇസ്രായേൽ തിരിച്ച് അങ്ങോട്ട് യുദ്ധം പ്രഖ്യാപിച്ചടിക്കാൻ തുടങ്ങിയത്. ഈ ബന്ദികളുടെ കൈമാറ്റം സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ഇല്ല, വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഈ പറയുന്ന ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ 1000-2000 ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ അവർ ഒരാളിനെയാണ് വിട്ടുകൊടുക്കുന്നത്. ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഈ പറയുന്ന ബന്ദികളാക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തുന്നത്. ജൂതനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവർ കൊന്നുകളയെ. സാധാരണക്കാരായ മനുഷ്യരാണ്, ആയുധധാരികളായിട്ടുള്ള മനുഷ്യരെ അല്ല ഇവർ കൊല്ലുന്നത്. ഈ സാധാരണക്കാരായ മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയി അവരെയാണ് കൊല്ലുന്നത്, പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിരന്തരമായിട്ട് ഹമാസ് ചെയ്യുന്ന ഈ ക്രൂരതയെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളും കണ്ടില്ല എന്നടിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ കുറ്റവാളിയാക്കപ്പെടുന്നത് എപ്പോഴും ഇസ്രായേലാണ്. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിക്കാനും അവരുടെ കുഞ്ഞുങ്ങൾക്ക് മരുന്നിനും വിദ്യാഭ്യാസത്തിനുമുള്ള പണം എടുത്തിട്ട് ഈ പറയുന്ന അയൺ ഡോമുകൾ സ്ഥാപിക്കുകയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുകയൊക്കെയാണ് ചെയ്യുന്നത്. നിരന്തരമായിട്ട് അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. യുദ്ധം ആരും ആഗ്രഹിക്കില്ല, മനുഷ്യരാരും ആഗ്രഹിക്കുന്ന കാര്യമല്ല യുദ്ധം. പക്ഷേ ഈ പറയുന്ന പ്രവൃത്തിയാണ് നിരന്തരമായിട്ട് ഈ പറയുന്ന ഇസ്രായേലിനെതിരെ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ പുറന്നുമുട്ടി. പലതവണ ഇവർ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹമാസ് ഞങ്ങളുടെ കാര്യം നോക്കണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം. മുൻപ് യാസർ അറാഫത്ത് ഉണ്ടായിരുന്ന കാലത്ത് അവർ രാഷ്ട്രീയ ഇതിലാണ് ഈ പ്രശ്നത്തിനെ ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇസ്രായേൽ നമുക്കറിയാമല്ലോ, ഇസ്രായേൽ അവരുടെ സ്വന്തം പണം കൊടുത്ത് അവിടെ വാങ്ങിച്ച ഭൂമിയാണ് ഈ പറയുന്ന ഇന്ന് ഇസ്രായേൽ രാജ്യമായിരിക്കുന്നത്. അവർ പണം കൊടുത്തിട്ടാണ് അവിടെ ചെന്ന് കുടിയേറി പാർത്ത് അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ, അതായത് മുസ്ലിങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു വിഭാഗമാണല്ലോ ജൂതർ, അവരുടെ ഭൂമിയാണത്. അവരുടെ പരമ്പരാഗത ആരാധനാലയവും ഒക്കെ നിലനിൽക്കുന്ന ഈ ബത്ലഹേമിലാണ്. ബത്ലഹേം അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ തലസ്ഥാനത്തുമൊക്കെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടുന്നത്. 1970 ഈ പറയുന്ന ജോർദാനിൽ നിന്ന് പാലസ്തീൻകാരെ മുഴുവൻ കൂട്ടത്തോടെ പുറത്താക്കി അവർ ഈ പറയുന്ന ഇസ്രായേലിൽ വന്ന് താമസിക്കുകയാണ്. അങ്ങനെ ഈ പാലീസുകളുടെ രാജ്യം എന്ന് പറയുന്നതാണ് പാലസ്തീൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോർദാനാണ്, ജോർദാനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ടാക്കി ഇസ്രായേലിനെ അവിടുന്ന് തുരത്താൻ വേണ്ടിയിട്ട്, ജൂതന്മാരെ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ പല തോതിലുള്ള പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഹമാസിൻ്റെ പ്രത്യേകത. ഹമാസ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിരപരാധികളായ മനുഷ്യരെ കൊന്നുകൊണ്ട് ഇത്തരം ടണലുകൾ നിർമ്മിക്കുക, ഇല്ലെങ്കിൽ കുഴിബോംബുകൾ സ്ഥാപിക്കുക. അവിടുത്തെ സൈന്യത്തിനെതിരെയൊക്കെ വലിയ രീതിയിൽ ആക്രമണം. അതുകൊണ്ട് ഇവരിപ്പോൾ എന്ത് ചെയ്യുന്നു? ഡ്രോണുകൾ ഉപയോഗിച്ചും എയർ അറ്റാക്ക് നടത്തുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ ഹമാസിൻ്റെ. ഈ എം സ്വരാജിനെ പോലുള്ളവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഹമാസ് ബലാത്സംഗം ചെയ്താലും കുഴപ്പമില്ല, അത് ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ടൈപ്പ് ആൾക്കാരാണ്. പക്ഷേ അങ്ങനെ ഹമാസിനെ ന്യായീകരിക്കുന്നത് തെറ്റാണ്. അവിടെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്നത്. ഒക്ടോബർ 7 മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ല, സമാധാനമായിട്ട് അവിടെ ജീവിക്കുകയല്ലായിരുന്നോ? അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ഹമാസാണ്. ആ ഹമാസിനെതിരെ യുദ്ധം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ മനുഷ്യർക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ഇതെന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ഇറാൻ നിരന്തരമായിട്ട്, ഈജിപ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ ഇടപെടുന്നില്ലെങ്കിൽ ഇറാൻ കൃത്യമായിട്ട് ഈ ഹമാസിന് ആയുധങ്ങൾ നൽകുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ ഈ ഹൂതികളുടെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവാറുണ്ട്. ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. ലെബനൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. അവിടെ കുടിയേറിയ ഈ പറയുന്ന മുസ്ലിങ്ങൾ മുഴുവനും അവിടെ അവസാനം കയ്യേറി ഈ പറയുന്ന രീതിയിലൊക്കെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇസ്ലാമിക രാജ്യമായി മാറുകയും ചെയ്തതാണ്. സിറിയയുടെ അവസ്ഥ അത് തന്നെയായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന ഒരു മതത്തിൻ്റെ ചില തീരുമാനങ്ങളാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത്. ഒരു അന്യമത വിരോധമാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതില്ലാതായിരുന്നു കഴിഞ്ഞാൽ, അത് ഇസ്രായേൽ പറയുന്ന ഒരു വാക്കുണ്ട്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഞങ്ങളെ വെറുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങൾ ശ്രമിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി ഹമാസിനെ ആയുധവൽക്കരിക്കുകയും ഇസ്രായേലിനെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഗാസയിൽ ഒരിക്കലും ഇങ്ങനെയൊരു മരണമോ പ്രശ്നമോ ഒന്നും ഉണ്ടായെന്ന് വരില്ല. ഇപ്പോൾ ഈ ടണൽ ഏറ്റവും വലിയ തെളിവാണ്. ഈ പറയുന്ന ഹമാസിൻ്റെ നിരന്തര തീവ്രവാദം മനുഷ്യരെ മറയാക്കി, ഹോസ്പിറ്റലുകളെയൊക്കെ മറയാക്കി കൊണ്ടവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തേക്ക് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാമാന്യ ജനങ്ങൾക്കും ലോക ജനതയ്ക്കും മനസ്സിലാകും എന്നുള്ളത് കൂടി ഇവിടെ വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.